സുഹൃത്തുക്കളെ, ഈ കോതനല്ലൂരോ കുറുമുള്ളൂരോ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു, ഈ ക്നാനായ സമുദായ സ്നേഹത്തെ പ്രതി വൈദികരെയും മെത്രാന്മാരെയും തെരുവ് പറഞ്ഞവരെ മഹ്റം ചെല്ലാൻ പോകണമെന്നൊക്കെ ഇങ്ങനെ ഒരു വാർത്ത കേട്ടു. ഞാൻ എൻ്റെ മൃതശരീരം ദഹിപ്പിച്ച് അത് അടക്കം ചെയ്യാൻ വേണ്ടി നല്ല വിസ്താരമുള്ള ഏതാണ്ട് 12 അടി വീതിയുണ്ട്, 10 അടി താഴ്ചയുണ്ട്, കുഴിയൊക്കെ എടുത്ത് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഈ കർത്താവ് ഈശോ മിശിഹായെ കുരിശിൽ കയറ്റിയ, അതല്ലെങ്കിൽ തൻ്റെ ആലയം കച്ചവട സ്ഥലമാക്കിയ പുരോഹിത വർഗത്തിനെ എൻ്റെ മരണ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേലിക്കകത്ത് കയറ്റരുതെന്ന് ഏതാണ്ട് ഒരു 6 വർഷം മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഈ ആഗ്രഹം ഒന്ന് നടന്നു കിട്ടണമെന്നുണ്ടെങ്കിൽ ഭാര്യയും മക്കളും അതിന് തയ്യാറാകണം. അതിനുള്ള മനസാന്നിധ്യം അവർക്കുണ്ടാകുന്നതിന് വേണ്ടി നിങ്ങളും കൂടി ഒന്ന് പ്രാർത്ഥിക്കണം. ഇവരുടെ ഈ കർത്താവിനെ പ്രതി, ദൈവത്തെ പ്രതി കാണിക്കുന്ന ഉടായിപ്പുകൾക്കെതിരെ സംസാരിക്കുന്നവരെ മഹ്റം ചൊല്ലുമെന്ന് പറയുന്ന ആ ഒരു പ്രസ്താവനയുണ്ടല്ലോ, അത് നാലാക്കി മടക്കി അവരുടെ മറ്റിടത്തോട്ട് വെച്ചേക്കാൻ പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ഇവരുടെ കുമ്പസാരവും കുർബാനയും കൂദാശയും ഒന്നും ഒരു ക്രിസ്ത്യാനിയായിട്ടോ ക്നാനായക്കാരനായിട്ടോ ജീവിച്ചു മരിക്കാൻ യാതൊരാവശ്യവുമില്ല. അതുകൊണ്ട് പക്ഷേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മൃതശരീരം, പ്രാണനറ്റ പ്രജ്ഞയറ്റ ശരീരം ഈ കുഴിയിലോട്ടൊന്ന് എടുത്തു വെക്കണമല്ലോ. അതിന് 2 പേരുടെ സഹായം വേണം. അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അവറച്ചൻ, പുതിയിടത്തുശ്ശേരി. സമാന മനസ്സിനായി മരിക്കാൻ തയ്യാറെടുത്ത് സ്വന്തം ശവക്കുഴി സ്വയം വെട്ടി അതിൽ ദഹിപ്പിച്ച് മൂടണം എന്നൊക്കെയുള്ള മണ്ടത്തരങ്ങൾ പറഞ്ഞ പുതിയിടത്ത് അവറാച്ചനോട് ശാമുവേൽ കൂടലിന് ഒരു തിരുത്ത് ഉണ്ട്. നമ്മൾ ഏകദേശം ഒരു പ്രായം, എന്നെക്കാട്ടി പ്രായക്കുറവാണെന്ന് എനിക്ക് തോന്നി. I am 78. ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ ചെയ്ത ഒരു ഏർപ്പാടാണ് എന്നെ കത്തനാര് ഇനിയുള്ള കൂദാശ തരണ്ട. ബാക്കിയുള്ള കൂദാശയല്ല അവൻ്റെ ഇതെടുത്തല്ലോ, എടുത്തിട്ട് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല എനിക്കോ എൻ്റെ തന്തയ്ക്കോ എൻ്റെ മക്കൾക്കോ സഹോദരങ്ങൾക്കോ ആർക്കും. ശവനമസ്കാരം എന്ന് പറയുന്ന ഒരു കൂദാശ ഒഴിച്ച് ബാക്കികളെല്ലാം പണ്ടാരോടങ്ങനെ എടുത്തവരാണ് ഞങ്ങൾ. പക്ഷേ അയലോക്കത്തെ ഈഴവനെക്കാട്ടിലോ അപ്പുറത്തെ ഹരിജനത്തിനെക്കാട്ടിലോ കൂടിയ നായരെക്കാട്ടിലോ ഒന്നും യാതൊരു ഗുണവും ഞങ്ങൾക്ക് കാണാനില്ല. കോപമായാലും ക്രോധമായാലും കാമമായാലും വെറിയായാലും എല്ലാം പഴയതുപോലെ ആനിമൽ ടെൻഡൻസിയിലാണ് ഞങ്ങൾ. ഈ കൂദാശ കൊണ്ട് ഒരു ഉണക്കപ്പുട്ട് ഞങ്ങൾക്ക് മിച്ചമില്ല എന്നുള്ള അറിവോടെ വർഷങ്ങൾക്ക് മുമ്പേ ഞാനെടുത്ത തീരുമാനമാണ് എന്നെ ഇവന്മാരെ അവസാനത്തെ കൂദാശ എൻ്റെ ശവത്തെ തെള്ളിക്കയറ്റണ്ടെന്നും പറഞ്ഞ് ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞ് എന്നെ ദഹിപ്പിക്കാൻ. അവിടെ ദഹിപ്പിച്ച ശരീരത്തിൽ പിന്നെ മിച്ചമൊന്നുമില്ല. 2 3 എല്ലും കഷണവും ഇത്തിരി ചാരവുമേ ഉള്ളൂ. അതിനുവേണ്ടി ഒരു ആനയെ കുഴിച്ചിടേണ്ട ഒരു കുഴിയൊന്നും വേണ്ട. ക്നാനായ സഭയെ മൊത്തം കൂടെ അതിനകത്ത് കുഴിച്ചിടാം. ഇവൻ്റെ സർവ്വ കൂദാശയും കുഴിച്ചിടാനുള്ള കുഴിയാണ് അവറാച്ചൻ ഇപ്പം കുഴിച്ചത്. അവറാച്ചൻ ദൈവത്തെ അനുസരിക്കാതെ, മനുഷ്യപുത്രനെ അനുസരിക്കാതെ പ്രാർത്ഥിക്കാൻ നിങ്ങൾ പള്ളിയിൽ പോകരുത് എന്ന് പറഞ്ഞ 1-ാം കൽപ്പന, മത്തായിയുടെ 6:5 കൊടുത്തേക്കുന്ന കൽപ്പന അവറാച്ചൻ്റെ അപ്പച്ചൻ തെറ്റിച്ചത് കൊണ്ടാണ് അവറാച്ചനെ കുഞ്ഞുനാളിലെ പള്ളിയിൽ കൊണ്ടുപോയി ഇവന്മാരുടെ അടിമയാക്കിയത്, മാമോദീസ മുക്കിയത്. അങ്ങനെ അവറാച്ചൻ ജ്ഞാനായ കത്തനാരായത്, കത്തോലിക്കനായത്. മലത്തി അടിച്ചായിരുന്നേലുണ്ടല്ലോ പെന്തക്കോസായേനി. 3 പരട്ടി മാമോദീസ മുക്കിയായിരുന്നേ ഓർത്തഡോക്സുകാരൻ പള്ളി പിടിക്കുന്ന ഞങ്ങളായിരുന്നേനി. ഇവന്മാരാ നമുക്ക് ഈ ലേബലെല്ലാം ഉണ്ടാക്കി തന്നേ. നമ്മൾ പള്ളിയിൽ പോയത് കാരണമാണ് നമ്മളിലെ മനുഷ്യത്വം അവരില്ലാതാക്കി അവരുടെ ദൈവമില്ലാത്ത സഭയുടെ ലേബല് നമ്മളെ വളർത്തിയത്. സൺഡേ സ്കൂളിൻ്റെ ചെവ ഇപ്പോഴും അവറാച്ചൻ്റെ നാക്കേലുണ്ട്. ആ വൃത്തികെട്ട സംസ്കാരം ഇപ്പോഴും നാക്കേലുണ്ടെന്നുള്ള ആ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായുണ്ടായി. ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത് തന്നെ തിരുത്താനൊന്നുമില്ല, ചാവാറായി. എന്നാലും കത്തോലിക്കൻ യുവമാരുടെ കസ്റ്റഡിയിൽ 70 കൊല്ലം ജീവിച്ചിരുന്നിട്ട് 70-ലേറെ ആയി കാണുമെന്ന് തോന്നുന്നു. ഇപ്പോഴെങ്കിലും കർത്താവിനെ കാണാൻ പറ്റുമല്ലോ. അയ്യോ, ഇച്ചിരിയെങ്കിലും നേരത്തെ നേരറിഞ്ഞല്ലോ. ഈ എപ്പിസോഡ് ചെയ്യാനും ഈ കുഴി കുഴിക്കാനും ഒക്കെ ഇടവന്നല്ലോ. അതുതന്നെ ദൈവത്തിൻ്റെ ഒരു സ്നേഹമാണ്. ദൈവം അവറാച്ചനെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്
നിൻ രാഗം എൻ്റെ വേഗമായി. അവന് നിന്നോട് രാഗമുണ്ട്, അതുകൊണ്ടാണ് ഇത്രയെങ്കിലും വേഗത്തിൽ നീ അടുത്ത് ചെല്ലാൻ പോകുന്നേ. ഇനി യുവന്മാരെ നമ്മളെ തൊടേണ്ട കാര്യമില്ല, യുവന്മാരുടെ ഏർപ്പാടും നമുക്ക് വേണ്ട. ഇത് കണ്ട് തലമുറ പഠിച്ചോട്ടെ, ഇല്ലേ വീണ്ടും അടിമയായി പൊക്കോട്ടെ, സ്വന്തം ഭാര്യയെ കൊടുത്തോട്ടെ, പെങ്ങളെ കൊടുത്തോട്ടെ, മക്കളെ കൊടുത്തോട്ടെ, മരുമക്കളെ കൊടുത്തോട്ടെ, ആരെ വേണമെങ്കിൽ കൊടുത്തോട്ടെ. ഉണ്ടാക്കുന്ന കാശെല്ലാം പാപമോചനത്തിനായിട്ട്, അപ്പനെ തൊഴിക്കുന്ന പാപമോചനത്തിനായിട്ട് കൊണ്ട് അടിയറയും വെച്ചോട്ടെ, അടിമകളായിട്ട് മരിച്ചോട്ടെ. കർത്താവിനെ കണ്ടെത്തിയ അവറാച്ചൻ രക്ഷപ്പെട്ടു. ഇതാ കർത്താവിൻ്റെ രക്ഷ. വിവേകം, പ്രജ്ഞാനം, നിന്നെക്കുറിച്ചുള്ള അറിവ്, നീയും പിതാവും ഒന്നാകുന്നു എന്നുള്ള അറിവ്. മുന്തിരിവള്ളിയുടെ ആ ചെടിയിലെ ഒരു തൊങ്ങലാണ് ഒരു നണി മണിമുന്തിരിക്കായ അവറാച്ചൻ എന്നുള്ള അറിവിലേക്ക് എത്തിയത് കാരണമാണ് ഇപ്പം ഈ പ്രഹസനം യൂട്യൂബിൽ കൂടെ ചെയ്തത്. എനിക്ക് ഒത്തിരി അഭിനന്ദനമുണ്ട് കേട്ടോ. പള്ളിയിൽ പോയിട്ട് ക്രിസ്തുവിനെ അറിഞ്ഞല്ലോ എന്നുള്ളതാണ് എനിക്ക് മോനോട് തരാനുള്ള ബഹുമതി. പള്ളിയിൽ പോയ ഒരു മാപ്പിള അവൻ ക്രിസ്തുവിനെ അറിഞ്ഞല്ലോ. ക്രിസ്തുവിനെ അറിയത്തില്ല, പള്ളിയിൽ കയറിയാൽ പിന്നെ അവൻ ക്രിസ്തുവിനെ അറിയത്തില്ല. അതാത് കത്തനാരന്മാരെയും പാസ്റ്റർമാരെയും മാത്രമേ അറിയത്തുള്ളൂ. ആ വലിയ ഗതികേടിൽ നിന്ന് ദൈവസ്നേഹമാണ് അവറാച്ചൻ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയത്. നീ ക്രിസ്തുവിനെ അറിഞ്ഞു, അതുകൊണ്ടാണ് ഈ എപ്പിസോഡ് ചെയ്യാൻ പറ്റിയത്. അഭിനന്ദനങ്ങൾ. പക്ഷേ ഈഴവൻ തൊട്ട് താഴോട്ട് ഉള്ളവന്മാരെല്ലാം കൂടെ ആ ബുദ്ധികെട്ടവന്മാരായി ഈ പ്രസ്ഥാനത്തിൽ വന്നത്. ഇവനൊന്നും അധികം ഞെളിയണ്ട. ഏത് ജ്ഞാനായനായാലും ഏത് കോസരി ആയാലും ഇവനെല്ലാം ബുദ്ധിയില്ലാത്ത വർഗമാണ് ഇതിനകത്ത് അകപ്പെട്ട് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഒരു അടിമപ്പണി, 2000 കൊല്ലമായിട്ട് ഈ അടിമപ്പണിക്ക് മാറ്റമില്ലല്ലോ. ഇന്ന് വരെ ആ പുസ്തകം ഒന്ന് മനത്തിൽ നോക്കാനുമൊന്നും പറ്റിയില്ലല്ലോ. ഈ പാസ്റ്ററും കത്തനാരും കൂടെ പറയുന്ന കൊള്ളത്തരങ്ങൾ കേൾക്കുന്നതല്ലാതെ സ്വയം ഒന്ന് പഠിക്കാൻ പറ്റിയില്ലല്ലോ. പഠിച്ചായിരുന്നേ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം പഠിക്കത്തില്ലയോ? പള്ളിയിൽ പോകരുതെന്നുള്ള കൽപ്പന. ഞാനും പിതാവും ഒന്നാകുന്നുള്ള വലിയ അറിവ് വായിക്കത്തില്ലായിരുന്നു. അതിൻ്റെ തത്വമസി എന്നുള്ളത് അതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ലയോ? എല്ലാം പിടികിട്ടിയനെയും, പക്ഷേ ചെയ്യിക്കത്തില്ല. അടിമത്തം, ആത്മീയ അന്ധകാരം അവന്മാരിവിടെ പരത്തി ഈ മതങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനി ഒരുത്തനെ ഈ മതത്തിൽ ചേർക്കരുത്. ഈ മതം കൊള്ളുകയല്ല അതാക്കി. എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മതം ഈ കത്തനാരും പാസ്റ്ററും കൂടെ മനുഷ്യന് കൊള്ളാരുതാത്തതാക്കി. മറ്റേതാന്നേ മനുഷ്യനെ കൊല്ലിക്കുക. അതുപോട്ടെ, അവന്മാർ കൊല്ലിച്ചോട്ടെ. കുന്തിരിക്കം കരുതിക്കോ, തുളസി വെള്ളം കരുതിക്കോ, മറ്റേത് കരുതിക്കോളാം. മോദിയും കരുതുന്നുണ്ട്. അതല്ല ഇവിടുത്തെ വിഷയം. അവറാച്ചൻ മോനെ നിത്യജീവനെ പ്രാപിക്കാൻ എന്തു ചെയ്യണമെന്നുള്ള കർത്താവിൻ്റെ ടെക്നോളജി പിടികിട്ടി. ഒന്നാമത്തെ കാര്യം, പള്ളിയിൽ പോയിട്ട് സ്വയം സത്ത ഇല്ലാതാക്കരുത്. നീ ആരാണ്? എന്താണ് നിന്നിലെ സത്ത? നീ ചത്തുപോകുന്നിടം വരെ നിന്നിലെ സത്ത എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ എൻ്റെ അവറാച്ചൻ കുഞ്ഞിന് ദൈവം ഭാഗ്യം തന്നു. അത് നിന്നോടുള്ള പ്രേമമാണ്. നിൻ രാഗം എൻ്റെ വേഗമായി എന്നാ ശാമുവേൽ കൂടൽ എഴുതിയത്. കാരുണ്യ സ്നേഹസിന്ധുവിൽ ജീവൻ്റെ മോദസാഗരെ ചേർന്നലിയാനോടും നീർക്കണം എൻ ജന്മം. ഈശനെ ഇമ്പമാം നദിയിൽ ഞാൻ യാത്രയായി, നിൻ രാഗമെൻ്റെ വേഗമായി. അവൻ എന്നോട് പ്രേമമുണ്ട്. അതുകൊണ്ടാണ് 303 കേസ് കത്തോലിക്ക സഭ കൊടുത്ത കേസുകൾ കോടതികളിലാകെ കയറിയിറങ്ങി. ഈ വയസ്സാം കാലത്ത് 78ാമത്തെ വയസ്സിൽ രോഗാതുരനായിട്ടിരിക്കുമ്പോഴും കയറിയിറങ്ങി നടക്കുന്നതും യാതൊരു അലസതയും കൂടാതെ കേസുകളാകെ നടത്തുന്നതും. അതാ നിൻ രാഗമെൻ്റെ വേഗമായി. എനിക്കിനിയുള്ള ഇൻ്റർവ്യൂവിൽ എനിക്കിതൊന്ന് പൊളിച്ചെഴുതണമെന്നുണ്ട്. ഇതിനകത്തൊന്നുമില്ല. കൂദാശ ഇത്രയും കൂദാശ ചെയ്ത് എല്ലാം ഏറ്റ് തൊലയാനിരിക്കുന്ന അവറാച്ചനോ ശാമുവേൽ കൂടലിനോ ഞങ്ങളുടെ തന്തമാർക്കോ ആനിമൽ ടെൻഡൻസിയിൽ നിന്ന് മാറ്റം വന്ന വിഷയമേതാ? ഏത് വിഷയത്തിലായി ഇവൻ ക്രിസ്തുവിനെ അനുകരിച്ചത്? ശത്രുവിനെ സ്നേഹിക്കാനോ? നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്തിട്ട് എൻ്റെ പിന്നാലെ വരുതാനോ? എൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കാനോ? അതോ ദുഃഖവെള്ളിയാഴ്ച ഡമ്മി കുരിശ് കൊണ്ടുപോയി എടുത്തുകൊണ്ട് കോളത്ത് വെച്ചിട്ട് കർത്താവിനെ അപമാനിക്കാനോ? ഇഡിയറ്റ്സ് എന്ന് ഞാൻ വിളിച്ചാൽ ഞങ്ങളെ ഇഡിയറ്റ്സ് ഒന്ന് വിളിച്ച് നാളെ കോടതി പരാതി കൊടുക്കുക. അത് വേണ്ട. അല്ലെങ്കിലും എന്തൊരു ബുദ്ധിയായിരുന്നു നിനക്കൊക്കെ വേദത്തിൽ ചേരുന്നതിന് മുമ്പേ ആ പേരൊന്നെടുത്ത് പറയുന്നില്ല. എന്നാലും ജാതിക്കാർ പറയോ ഞങ്ങളെ കളിയാക്കിയെന്ന്.
കേസ് കൊടുക്കാനിരിക്കുക, നാക്കെടുത്താണ്ടേ കേസ് കൊടുക്കാനിരിക്കുക. മാനവും അഭിമാനവും ഇല്ലാത്തവൻ കേസ് കൊടുത്ത് മാനമുണ്ടാക്കാൻ നടക്കുക. അയ്യേ, എംബോക്കി സമൂഹത്തിൽ നിന്ന് രക്ഷപ്പെട്ട അവറാച്ചന് എൻ്റെ അഭിനന്ദനങ്ങൾ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അല്ലാത്തവന് അവൻ്റെ അബൂമാരുടെ കൂട്ട് ഊഞ്ഞാല ഊഞ്ഞാല.